തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നഗരസഭാ കൗൺസിലറുടെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. 41ാം വാർഡ് കൗൺസിലർ വിമി ബിജേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. വിമിയുടെ ഭർത്താവ് ബിജേഷ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവധിക്കായി ബിജേഷ് നാട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ബന്ധുവിന്റെ വിവാഹം കഴിഞ്ഞ് മടങ്ങിയെത്തി ആഭരണങ്ങൾ അലമാരയിൽ എടുത്തു വെച്ചിരുന്നു. തിങ്കളാഴ്ച പുറത്തുപോയി വന്നപ്പോൾ വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടെങ്കിലും അടയ്ക്കാൻ മറന്നതാകുമെന്ന് കരുതി. ചൊവ്വാഴ്ച ബിജേഷിന്റെ മോതിരം ഊരി വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ബോക്സ് സഹിതം കാണാനില്ല എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 3 വശവും മതിലുകളും തൊട്ടടുത്ത വീടുകളും ഉള്ളതിനാൽ പുറകുവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലൂടെ മോഷ്ടാക്കൾ എത്തിയതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച ഞങ്ങൾ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷന് പോയി വന്നിട്ട് ഊരി വെച്ചതാണ് ഗോൾഡ്. പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്ത് പോയിരുന്നു. തിരിച്ച് വന്നപ്പോൾ ബാക്കിലെ ഡോറൊക്കെ തുറന്ന് കിടക്കായിരുന്നു. ഞങ്ങൾ അടയ്ക്കാൻ മറന്നതാണെന്ന് വിചാരിച്ചേ. പിറ്റേ ദിവസം ചേട്ടൻ്റെ മോതിരം ഊരിത്തൊന്ന് എടുത്തു വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഗോൾഡ് വെച്ചിരുന്ന ബോക്സ് വരെ കാണാനില്ല. അലമാരിലാണ് വെച്ചിരുന്നത്. പക്ഷെ അലമാരിയുടെ താക്കോൽ അതിൽ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ എടുത്തിട്ട് പോയി. ബോക്സ് അടക്കം കൊണ്ടുപോയി. 9 പവനോളം സ്വർണ്ണം ഉണ്ടായിരുന്നു ബോക്സിൽ. പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ പോലീസുകാരെല്ലാവരും വന്നിരുന്നു. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ മധ്യപ്രദേശിൽ നിന്നും പിടികൂടി ഇടുക്കി പോലീസ്. മധ്യപ്രദേശിലെ രാവണകുണ്ട് സ്വദേശിയായ ലമ്മു സിംഗ് ദുർവെയാണ് പിടിയിലായത്. ഭാര്യ ബസന്തിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. 2024 ഓഗസ്റ്റ് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം.